സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും വരുന്നതാണ്. ഇതിൽ നമ്മൾ ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് സൂപ്പർ ബാറ്റം 70S എന്നാണ്. നമുക്കിതിൻ്റെ പ്രൈസിങ് വരുന്നത് 11,750 രൂപ ഇതിന് പ്രൈസിങ് വരുന്നുണ്ട്. 10,500 ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ്. നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറവായിരിക്കും. നമുക്കിതിൻ്റെ വാറണ്ടി വരുന്നത് 2 വർഷം ഫുൾ കവർ വാറണ്ടിയും 5 വർഷം ഈ ഒരു മെഷീൻ്റെ മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. ഇനി ടോപ്പ് ലോഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് വൈറ്റ് മാജിക് ക്ലാസിക് 601SD എന്നാണ് മോഡൽ വരുന്നത്. 6 കിലോയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 17,750 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. 15,500 ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ്. ഈ ഒരു മോഡൽ നോക്കിയാലും സ്റ്റാർ റേറ്റ് വരുന്നത് 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും. വാറണ്ടി വരുന്നത് 10 വർഷം ഇതിന് മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. സെമി ഓട്ടോമാറ്റിക്കിന് മോട്ടർ വാറണ്ടി വരുന്നത് 5 വർഷമാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലോഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 10 വർഷം മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. 2 വർഷം ഈ ഒരു മോഡലിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പാനലിനൊക്കെ ഫുൾ കവറായിട്ട് 2 വർഷമാണ് വാറണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 വാഷിംഗ് മെഷീൻ്റെയും ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റണത്. ഇനി ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലെ ഓരോ പ്രോഗ്രാംസും നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. മാനുവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കിതിൽ വാഷ് ചെയ്യാനായിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, അതിനാവശ്യമായ വെള്ളം പൈപ്പ് തുറന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുക, നമ്മൾ പൈപ്പ് തിരിച്ച് തന്നെ അത് ഓഫ് ചെയ്യുക, സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ ഒത്തിരി നോബുകൾ 4 നോബുകൾ വരുന്നുണ്ട്. ഈ നോബുകൾ ഓരോന്ന് തിരിച്ച് അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. വാഷിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അലാറം അടിക്കും. അപ്പോൾ വെള്ളം പുറത്തോട്ട് കളയുക. ഉണക്കാൻ വേണ്ടി ഈ ഡ്രസ്സ് എടുത്തിട്ട് രണ്ടാമത്തെ ഡ്രയറിലേക്ക് അത് മാറ്റിയിടുക. ടൈം സെലക്ട് ചെയ്യുക, എന്തോരം സമയം ഡ്രയർ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ടൈമർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനുവലായിട്ട് ഓരോ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിനെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയണത്. ഇനി ഒരു ഫുൾ ഓട്ടോമാറ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ഓൺ ആക്കി സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബട്ടൺ അമർത്തിയാൽ മതി. പവർ സ്റ്റാർട്ട് ഈ 2 ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം എടുത്ത് നമുക്ക് ഡ്രസ്സിന് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം എടുത്ത് വാഷ് ചെയ്ത് അലക്കി ഉണക്കി നമുക്ക് തരും. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ അടുത്ത് നിന്ന് ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ മോഡലായിരിക്കും. ഈ ടോപ്പ് ലോഡായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വലിപ്പം ഇത് കുറച്ചും കൂടി വലിയ മോഡലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ സ്പേസ് കുറവുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നമുക്കവിടെ വെക്കാനൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാര്യം കൂടി നമുക്ക് എടുത്ത് പറയണം. പിന്നെ നമുക്കിതിൻ്റെ ഒരു ബോഡി വരുന്നത് ഫൈബറാണ്. നമുക്ക് തുരുമ്പ് പിടിക്കുക എന്നുള്ള പേടിയോ അങ്ങനത്തെ യാതൊരു പേടിയും വേണ്ട. ഇതിൻ്റെ ബോഡി വരുന്നത് ഫൈബറാണ്. നമുക്ക് ഈ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുന്നവരില്ലേ, ഈ റൂമിലല്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലല്ലാണ്ട് കുറച്ചുകൂടി നീക്കിയൊക്കെ വെച്ച് ഉപയോഗിക്കുന്നവർക്ക്, അടിച്ചു പൊളിച്ചൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് തുരുമ്പിൻ്റെ പ്രശ്നമൊന്നും ഈ ഒരു മോഡലിൽ ഉണ്ടാവില്ല. പുഴയുടെ സൈഡിലൊക്കെ താമസിക്കുന്നവരില്ലേ, അവർക്കൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ടോപ്പ് ലോഡ് യൂസ് ചെയ്യേണ്ടതെന്നല്ല, അത് അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുക. ഫൈബറാണ്, ഇതിൻ്റെ ബോഡി തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഈ ഒരു മോഡലിന് വരില്ല. പിന്നെ ഇതിൻ്റെ ഒരു മോൾ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 നോബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് മാനുവലാണ്. നമ്മൾ ഇതിൻ്റെ ഓരോ പ്രോഗ്രാംസും നമ്മൾ മാനുവലായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോബുകൾ തിരിച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാംസ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു മുകളിലെ ഡോറ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരുന്നത്. അതിൻ്റെ ആ ഒരു വാഷിംഗ് ഭാഗം വരുന്നത് ഈ താഴത്ത് കാണുന്ന ഈ ഒരു പല്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടാണ്, ആ ഒരു ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഒരു വാഷിംഗ് നടക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ വെച്ച് കുത്തി വാഷ് ചെയ്യൂലേ, ആ ഒരു രീതിയാണ് വാഷിംഗ് ഇതിൽ വന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫിൽറ്റർ കാണാൻ സാധിക്കും. ലിൻഡ് ഫിൽറ്റർ എന്നാണ് അതിനെ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്രസ്സിൻ്റെ ചെറിയ നൂലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേപ്പറിൻ്റെ ചെറിയ കഷ്ണങ്ങളോ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ഫിൽറ്ററിലായിരിക്കും അതിൽ വന്നത്. നമുക്ക് ആഴ്ചയിലൊക്കെ അതൊന്ന് ഊരി വാഷ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഡോറായിരിക്കും വരുന്നത്. നമുക്ക് വാഷിങ്ങിൻ്റെ ഇടയിൽ ഈ ഡോറ് മാറ്റി വെച്ചെന്നോ ഇത് വെക്കാണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രശ്നങ്ങളുണ്ടെന്നോ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉപയോഗത്തിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ വെച്ച് ഉപയോഗിക്കുക. ഈ 2 രീതിയിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഡ്രയർ വന്നത്. നമുക്ക് ഉണക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് സെപ്പറേറ്റ് മാറ്റിയിടണം. മാനുവലാണ്, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റിയിടണം. അപ്പോൾ ഇങ്ങനെ 2 ഡോറുകളായിരിക്കും വരുന്നത്. ഈ 2 ഡോറിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഡോറ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഈ ഡ്രയർ വർക്ക് ചെയ്യൂല. ഇത്തരത്തിലായിരിക്കും അതിൻ്റെ ആ ഒരു ഡ്രയറിൻ്റെ ഉൾഭാഗം വരുന്നത്. ഫൈബർ ഡ്രം ആയിരിക്കും വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് കാണാൻ സാധിക്കും.
സ്പിൻ ഗ്യാപ്പ് എന്നാണ് ഇതിനെ പറയണത്. സ്പിൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെക്കാനായിട്ടുള്ളതാണ്. ഇതെന്തിനിങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡ്രസ്സുകളൊക്കെ ഇതിങ്ങനെ ഒറ്റയടിക്ക് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ ഡ്രസ്സുകളൊക്കെ തെറിച്ച് ഇതുവഴി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി മോട്ടർ കംപ്ലൈൻ്റ് ആവാതിരിക്കാനൊക്കെ വേണ്ടി, സ്റ്റക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു ക്യാപ്പ് വെക്കാൻ പറയണത്. സ്പിൻ ക്യാപ്പ് എന്നാണ് അതിനെ പറയണത്. അത് വെക്കാതെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് വാഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് വാഷിംഗ് രീതി വരുന്നത്, നമുക്കിപ്പോൾ ആവശ്യമായ ഡ്രസ്സുകൾ, ഇപ്പോൾ എനിക്ക് എന്തോരം ഡ്രസ്സ് വാഷ് ചെയ്യണം, അപ്പോൾ ആ ഡ്രസ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ വെള്ളം കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഓസിൻ്റെ ഭാഗം വരുന്നതാണ്. ഈ ഒരു ഭാഗം വഴി പൈപ്പിലും കണക്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഡ്രസ്സിൻ്റെ തൊട്ട് മേളിൽ എത്തി നിൽക്കണ വരെ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് സോപ്പ് പൊടി വിതറിയിട്ട് കൊടുക്കുക. ഇത് വരുന്നത് ഫസ്റ്റ് നോബ് വരുന്നത് അതിൻ്റെ സ്പീഡാണ്. എത്ര സ്പീഡിൽ നമുക്ക് വാഷ് ചെയ്യണം എന്നുള്ള സ്പീഡാണ് ഇതിൽ കാണിക്കുന്നത്. ഡെലിക്കേറ്റ്, നോർമൽ, ഹെവി. ഡെലിക്കേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടി കുറഞ്ഞ ഡ്രസ്സ്, നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ഡ്രസ്സുകൾ, ഹെവി എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കട്ടിയുള്ളത്, പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ വാഷ് ചെയ്യാനായിട്ടാണ് ഹെവി യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഹെവിയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഒരു പുതപ്പൊക്കെയാണ് ഇട്ടേക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെവിയിൽ ഞാൻ ഇതിൻ്റെ സ്പീഡ് ഇട്ടേക്കണത്. രണ്ടാമത്തെ നോബ് വരുന്നത് വാഷ് ടൈമാണ്. എന്തോരം ടൈം എനിക്ക് വാഷ് ചെയ്യണം എന്നുള്ള ടൈമറാണ്. ഈ ഒരു ടൈമർ മെക്കാനിക്കൽ ടൈമറാണ്. റിട്ടേൺ കറക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ചീത്തയായി പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ടൈം സെറ്റ് ചെയ്യണത് ഇപ്പോൾ 15 മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 15 മിനിറ്റ് മുതൽ നമുക്ക് ഇങ്ങോട്ട് വാഷിംഗ് നടക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അധികം മഴക്കുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കണത്, ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ടൈം കൂട്ടിയിടണം. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സോക്കിംഗ് ആണ് വരുന്നത്. ഈ സോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പ് അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഒറ്റയടിക്ക് ഡയറക്റ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ആ രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാഷിംഗ് ക്വാളിറ്റി കിട്ടണമെന്നില്ല. അതിന് കുറച്ച് നേരം സോപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അലമ്പി വാഷ് ചെയ്യണം. ആ സോക്കിംഗ് ടൈമിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിടും, ഇടക്കൊന്ന് ഓണായിട്ട് ഒന്ന് അലമ്പി വാഷ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം കുതിർത്തിയിടും, പിന്നെ അത് ഓണായിട്ട് പിന്നെ അലമ്പി വാഷ് ചെയ്യും, പിന്നെ ഓഫായി കിടക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു വാഷിംഗ് വരുന്നത്. 15 മിനിറ്റ്, ഈ ഒരു 15 മിനിറ്റ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ വാഷിംഗ് പോകും. ഇതാണ് ആ ഒരു വാഷിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ സോക്കിംഗ് ഇട്ടിട്ടുണ്ട്. വാഷിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കഴിഞ്ഞ് വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞ് ഇവിടെ ഒന്ന് ഓഫായി വാഷിംഗ് കഴിഞ്ഞു. അലാറം അടിച്ചു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ പതയൊക്കെ ഇരിപ്പുണ്ട്, എനിക്ക് ഒന്നും കൂടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വാഷ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇതിൽ കിടക്കണ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള ആ വെള്ളം, അത് പുറത്തോട്ട് കളയാനായിട്ട് ഈ ഡ്രൈൻ, മൂന്നാമത്തെ നോബ് ഡ്രൈൻ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇതിലെ വെള്ളം പുറത്തോട്ട് കളയാൻ ഇതൊന്ന് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ ഒഴുകി പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നും കൂടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളത്തിൽ, പിന്നെ സോപ്പ് പൊടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അലമ്പി വാഷ് ചെയ്യുക. ചെറിയതായിട്ടൊന്ന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ സെറ്റ് ചെയ്യുക. കറങ്ങി ഇവിടെ വരുമ്പോൾ ആ ഒരു വാഷിംഗ് കഴിഞ്ഞു. വീണ്ടും ആ വെള്ളം അലാറം അടിക്കും, വെള്ളം പുറത്തോട്ട് കളയുക. അതിനുശേഷം നോബ് നേരെ ഇടുക. ഈ ഡ്രസ്സ് ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട്, അത് പൊക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നേരെ ഈ ഒരു ഡ്രയറിലേക്ക് ഇടുക. ഈ ഒരു ഡ്രയറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുത്തി നിറച്ചിടും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഇടേണ്ടത്. നമുക്കൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്തിട്ട് ഇടാം. എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം വെയിറ്റ് തൂങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഇടാതെ ഒന്ന് റൗണ്ട് ചെയ്ത് ഡ്രസ്സ് ഇടുക. അതിനുശേഷം ഈ ഒരു ഡ്രയറിൻ്റെ ക്യാപ്പ് വെക്കുക, അടച്ചു കൊടുക്കുക. ഈ ഡ്രയറിൻ്റെ ആ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക, മൊത്തം തിരിച്ചിട്ട് കൊടുക്കുക. ഇതും കറങ്ങി ഇവിടെ വന്നു കഴിയുമ്പോൾ അലാറം അടിക്കും, ഉണങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. നേരെ എടുത്ത് വെയിലത്തേക്ക് ഇടുക. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇതാണ് ഈ ഒരു മോഡലിൻ്റെ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് രീതി വരുന്നത്. ഇനി നേരെ നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മോഡൽ ഫുൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വാഷ് ചെയ്യാനായിട്ട് ഇതതിൻ്റെ ഫ്രണ്ടിൽ പാനൽ വരുന്നതാണ്. ഇലക്ട്രോണിക് പാനലായിരിക്കും വരുന്നത്. സ്വിച്ചുകൾ വരുന്നുണ്ട്, ഓരോ പ്രോഗ്രാംസ് ഇതൊക്കെ വരുന്നതാണ്. ഡിസ്പ്ലേ വരുന്നുണ്ട്, ടൈം കാണിക്കും. നമുക്ക് ഇതിൽ ടൈം കാര്യങ്ങൾ കാണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സോക്കിങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷൻ, സെമിയിൽ പറഞ്ഞ ആ സെയിം ഫംഗ്ഷൻ വരുന്നതാണ്. വാഷ്, റിൻസ്, ഡ്രൈ. ഇത്രയും പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഓരോന്ന് കാണിക്കും. ഇതൊക്കെ നമുക്ക് ഇത് കത്തി കാണും, തീരാറായോ ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ടൈമർ കാണുമ്പോഴും നമുക്ക് ആ ടൈം കാണുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും തീരാറായോ, വാഷിംഗ് കഴിയാറായോ എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സിസ്റ്റമൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ വാട്ടറിൻ്റെ ലെവൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. അപ്പോൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പാനൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഒരു ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം വരുന്നത്.
ഡ്രമ്മ് വരുന്നുണ്ട്, സ്റ്റീൽ ഡ്രം ആയിരിക്കും വരുന്നത്. ഈ ഒരു പോർഷൻ വരുന്നത് അതിൻ്റെ ബേസ് വരുന്നതാണ്. വേൾപൂൾ വാഷിംഗ് മെഷീൻ ഇത്തരത്തിൽ അതിൻ്റെ ഒരു സ്റ്റെമ്പ് മുകളിലോട്ട് പൊന്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അജിറ്റേറ്റർ എന്നാണ് അതിനെ പറയണത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ കുറച്ചും കൂടി കുത്തി വാഷ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അടിയിലെ പോർഷൻ മാത്രമാണ് കറങ്ങുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അടിയിലൊരു പോർഷൻ മാത്രമേ കറങ്ങുള്ളൂ. വാഷിൻ്റെ ടൈമിൽ ഈ അടിയിലെ ഭാഗം മാത്രമേ കറങ്ങുള്ളൂ. ഉണക്കണ സമയത്ത് അല്ലെങ്കിൽ റിൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡ്രമ്മും കൂടി കറങ്ങുള്ളൂ. അപ്പോൾ വാഷിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഭാഗം മാത്രമാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്പ് പോലെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കുത്തി വാഷിംഗ് നടക്കും. അപ്പോൾ കുറച്ചുകൂടി വാഷിംഗ് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയണത്. സ്വാഭാവികമായിട്ട് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം കണ്ട കൂട്ടത്തെ ആ ഒരു ഫിൽറ്റർ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തുണി പോലത്തെ സെമിയിൽ കണ്ട ആ ഒരു ഫിൽറ്റർ ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ വേൾപൂൾ വാഷിംഗ് മെഷീനിൽ വരുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രമ്മിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ഫിൽറ്റർ വരുന്നതെന്നാണ് പറയണത്. നമുക്ക് എടുത്ത് റിമൂവ് ചെയ്ത് അത് കളയൊന്നും വേണ്ട, അതിലെ വേസ്റ്റ് കളയൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ വേസ്റ്റ് പുറത്ത് പോയിക്കോളും. സോപ്പ് പൊടി ഇടാനുള്ള ആ ഒരു ഭാഗം വരുന്നതാണ് ഈ ഒരു സൈഡിലായിട്ട്. ഇനി ഇതിൻ്റെ ഒരു വാഷിംഗ് രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ഡ്രസ്സ് ഇതിലേക്ക് ഇടാണ്. സോപ്പ് പൊടി ആവശ്യമുള്ളത് ഇവിടെ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മുകളിൽ വിതറി കൊടുക്കുകയും ചെയ്യാണ്. നേരെ അടയ്ക്കാണ്. അതിനുശേഷം പവർ ഓണാക്കണം, സ്റ്റാർട്ട് കൊടുക്കണം. ഈ ഇപ്പം നമ്മൾ ആ ഇട്ട ഡ്രസ്സിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം എടുത്ത് വാഷ് ചെയ്ത് അലക്കി ഉണക്കി നമുക്ക് ലഭിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു വാഷിംഗ് നടക്കുന്നത്. നമ്മൾ വേറെ ഒരു പ്രോഗ്രാം ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഇതിന് ഈ ഒരു മോഡലിന് ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം സെറ്റ് ചെയ്ത് അതിനാവശ്യമായ വെള്ളം എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെഷീൻ അലക്കി ഉണക്കി നമുക്ക് തരുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്ന പ്രോഗ്രാംസ് പറയാൻ പറ്റണത്, ഇപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം ഇപ്പോൾ അധികം അഴുക്കില്ലാത്ത ഡ്രസ്സാണ് നമ്മൾ വാഷ് ചെയ്യണത്. അപ്പോൾ അതിലുള്ള ബാക്കി വന്ന ആ വെള്ളം മിഷൻ പുറത്തോട്ട് കളയില്ല, അത് അതിൽ തന്നെ കിടക്കും. ഡ്രസ്സ് നമുക്ക് അതെടുത്തിട്ട് ബാക്കിയുള്ള ഡ്രസ്സ് ആ വെള്ളത്തിലേക്ക് ഇട്ട് വാഷ് ചെയ്യാതെ ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. പിന്നെ സോക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നേരം കുതിർത്തിട്ടിട്ട് പുതപ്പൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് സോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നത്. കുതിർത്തിട്ടിട്ട് ആ സമയത്ത് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പ്രോഗ്രാംസിൽ വരുന്നത് ഹെവി എന്ന് വരുന്നുണ്ട്. ഈ പറഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഹെവി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വാഷ് ചെയ്യാൻ സാധിക്കും. വൈറ്റ് ഡ്രസ്സുകൾക്ക് മാത്രമായിട്ട്, അപ്പോൾ അധികം പവറിലൊന്നും ഇല്ലാണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയാണ് അത് വരുന്നത്. റിൻസ് ആൻഡ് ഡ്രൈ, പുറത്ത് വാഷ് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് റിൻസ് ചെയ്യാനും ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഡ്രൈ ഓൺലി, ഇപ്പോൾ ഉണക്കൽ മാത്രം ചെയ്യണമെങ്കിൽ അത് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ഓപ്ഷൻസിലായിട്ട് വരുന്നത്. ഇനി ഈ രണ്ട് മോഡലിൻ്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് വ്യത്യാസം. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് എപ്പോഴും പ്രൈസ് കുറവാണ് സെമി ഓട്ടോമാറ്റിക് വരുന്നത്. കാരണം അതിനുള്ള ടെക്നോളജി അത്രയൊക്കെ ഉള്ളൂ. കാരണം പാനൽ ബോർഡൊന്നുമില്ല, മാനുവലായിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് പ്രൈസ് കുറവായിരിക്കും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ലോഡ് കുറച്ചും കൂടി ഒതുങ്ങിയ ടൈപ്പാണ്. സെമി വരുമ്പോൾ കുറച്ചുകൂടി വലിയ മോഡലാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വേറെ മോഡൽസ് വരുമ്പോൾ ഇതിനേക്കാളും കപ്പാസിറ്റി കൂടിയതൊക്കെ വരുമ്പോൾ ഇതിനേക്കാളും നല്ല വലിപ്പം വരും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആ ഒരു സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ചിലർ സ്ഥലം ഒക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഒതുങ്ങൂലാന്നുണ്ടെങ്കിൽ, സെമി ഒതുങ്ങൂലാന്നുണ്ടെങ്കിൽ എന്തായാലും ടോപ്പ് ലോഡ് തന്നെ എടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുക. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അവർക്ക് അധികം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ടോപ്പ് ലോഡ് സജസ്റ്റ് ചെയ്യുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് കൺസപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മോഡൽ എടുത്താലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ആണെന്നെങ്കിൽ 360 വാട്ട്സ് ആയിരിക്കും വരുന്നത്. സെമി ആണെന്നുണ്ടെങ്കിൽ ഒരു 340 വാട്ട്സ്. അപ്പോൾ വലിയ കറണ്ടിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമതായിട്ട് വാഷിംഗ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിനേക്കാളും കുറച്ചും കൂടി നല്ലത് ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്റ്റീലിൻ്റെ ഡ്രമ്മൊക്കെ വരുന്നുണ്ടല്ലോ, സ്ക്രബിങ് ഒക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതായത് നമുക്ക് ആ ഡ്രസ്സ് കഴുകുന്ന സമയത്ത് അതിലൊന്ന് സ്ക്രബ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്ക്രബിങ് ഒക്കെ വന്നതുകൊണ്ട് സെമി ഓട്ടോമാറ്റിക്കിനേക്കാളും വാഷിംഗ് ക്വാളിറ്റി കുറച്ചുകൂടി നല്ലത് ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടെന്നല്ല പറയണത്, എന്നിരുന്നാലും വാഷിംഗ് ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഈ ഒരു കംപ്ലയിൻറ്റ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കേസാണ് സെമിയാണ് ടോപ്പ് ലോഡ്, ഇതിൽ ഏതാണ് ഏറ്റവും കംപ്ലയിൻ്റ് ഉള്ളത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെമിയുടെ പ്രൈസിങ് ഞാൻ പറഞ്ഞു 10,500 അല്ലെങ്കിൽ ആ റേറ്റ് അല്ലെങ്കിൽ അതിലും താഴെയായിട്ടൊക്കെ നിങ്ങൾക്ക് മോഡൽസ് ഉണ്ട്, അത് കിട്ടും. ടോപ്പ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു 15,500 16,500 ആ ഒരു റേഞ്ചിലേക്കാണ് പ്രൈസ് റേഞ്ച് വരുന്നത്.
ഇപ്പോൾ ഒരു സൈക്കിളും ഒരു ബൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും പർപ്പസ് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി സുഖകരമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുക, കൂടുതൽ സ്പീഡിൽ പോവുക. അപ്പോൾ ആ ഒരു രീതി. അപ്പോൾ നമുക്കൊരു കംപ്ലയിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിളിനേക്കാളും അല്ലെങ്കിൽ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിളിനേക്കാളും കൂടുതൽ ബൈക്കിനായിരിക്കും. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിനെയും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും വാഷിംഗ് നടക്കും. ഇതിന് നമുക്ക് പാനൽ ബോർഡ്, ഇലക്ട്രോണിക് ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൈസ കുറവായിരിക്കും ഇതിന് വരുന്നത്. ആ സമയത്ത് ഇതിന് ഇലക്ട്രോണിക് ബോർഡൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പാനൽ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ വരും. അങ്ങനെ വേണം നമുക്ക് ഈ ഒരു മോഡൽ കമ്പയർ ചെയ്യാനായിട്ട്. വാഷിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ എളുപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ജോലിക്കാരാണ്, പെട്ടെന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ പോണ ആ ഒരു ടൈമിൽ വാഷിംഗ് ഡ്രസ്സ് ഇട്ടേക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു സെമി അല്ലെങ്കിൽ ടോപ്പ് ലോഡായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്. ഈ രണ്ട് വാഷിംഗ് മെഷീൻ്റെയും പ്ലഗ് വരുന്നത് നോർമൽ പ്ലഗ് ആയിരിക്കും, പവർ പ്ലഗ് ഒന്നുമല്ല, സാധാ പ്ലഗ്ഗാണ്. അതിനുള്ള മോട്ടോർ പവർ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ പ്ലഗ്ഗാണ്. പിന്നെ ഈ ഒരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് കമ്പനിക്കാർ വന്ന് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ അവർ വന്ന് വീട്ടിൽ വന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതെങ്ങനെ വാഷ് ചെയ്യണമെന്ന് കാണിച്ചു തരും. ഡ്രസ്സ് ഇട്ടിട്ട് അവർ വാഷ് ചെയ്യണം എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ താഴത്തായിട്ട് ഈ ഒരു ബേസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ താഴത്തായിട്ട് അതിൻ്റെ അടിയിലൊരു റാറ്റ് കാർഡൊക്കെ വെക്കണം, എലി കയറാണ്ടിരിക്കാനുള്ള. അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു ബേസിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ ഡ്രമ്മ് ലോക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ബേസിൽ വെക്കണത്. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കടയിലേക്ക് വാങ്ങിക്കാൻ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ടാവണം. ഇപ്പോൾ എന്നെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും അവിടെ കടയിൽ ചെല്ലുമ്പോൾ ഉള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയൊരു അറിവുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യണത്.